തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിന് മുന്നിലാണ് നടൻ മണിയമ്പിള്ള രാജുവിന്റെ വാഹനം അപകടത്തിൽപ്പെടുന്നത്. രാത്രി 10 മണിയോടെ വാഹനവുമായി മണിയമ്പിള്ള രാജു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെള്ളയമ്പലത്ത് നിന്നും വഴുതക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന യുവാക്കളുടെ വാഹനത്തെ ഇടിച്ചത്. ക്ലബ്ബിൽ നിന്നും വാഹനമിറക്കുമ്പോൾ റോഡിന്റെ വശങ്ങൾ മണിയമ്പിള്ള രാജു നിരീക്ഷിച്ചിരുന്നില്ല എന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 യുവാക്കളും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ബോണറ്റ് പൂർണ്ണമായും തകർന്നു. അപകടമുണ്ടാക്കിയ ശേഷം മണിയമ്പിള്ള രാജു വാഹനം നിർത്താതെ പോയി. പരിക്കേറ്റവരെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. ബൈക്ക് യാത്രക്കാരായ നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാൾ കിംസ് ആശുപത്രിയിലും ഒരാൾ മെഡിസിറ്റി ആശുപത്രിയിലും ചികിത്സയിലാണ്. സംഭവത്തിൽ നിവേദിന്റെ കാലുകൾക്ക് പൊട്ടലുണ്ട്. സൂരജിന്റെ നട്ടെല്ലിനും പരിക്കേറ്റു. തുടർന്ന് സംഭവത്തിൽ പോലീസ് FIR ഇട്ട് കേസെടുത്തു. FIRൽ നടന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ സ്റ്റേഷനിൽ ഹാജരായ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അപകടമുണ്ടാക്കിയ വോൾവോ കാർ പോലീസ് 12 മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തി. ടെന്നീസ് ക്ലബിന്റെ പിന്നിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. അറസ്റ്റിലായ മണിയമ്പിള്ള രാജുവിനെ പിന്നീട് നിസാര വകുപ്പുകൾ ചുമത്തി ജാമ്യത്തിൽ വിട്ടു. പരിക്കേറ്റയാളിന് വൈദ്യപരിശോധന നടത്തിയില്ല, അമിതവേഗത്തിൽ വാഹനം ഓടിക്കൽ എന്നീ കുറ്റങ്ങൾ മാത്രമാണ് ചുമത്തിയത്. കൂടാതെ നടൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന വൈദ്യപരിശോധന 12 മണിക്കൂർ വൈകി നടത്തിയെന്നും ആക്ഷേപമുണ്ട്. ഇതോടെ കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിന്നോ എന്ന ഗുരുതര ആരോപണവും ഉയർന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.